ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ രക്ഷിതയാണ്. കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ രക്ഷിത. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നൊവേഷൻ ഹബ്ബ് കോഴിക്കോട്. കേരളത്തിൽ DRDOയുടെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ് കേരളത്തിൽ DRDOയുടെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. പൂവാറ്, തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭയുടെ 2025 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൻ്റെ വേദി ബെലേമാണ്. ബ്രസീലിലാണ് ബെലേം. 2025 നവംബറിൽ IC ചാക്കോ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് VJ ജെയിംസ് ആണ്. 2025 നവംബറിൽ IC ചാക്കോ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് VJ ജെയിംസ്. IC ചാക്കോ സാഹിത്യ പുരസ്കാരം. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഓർത്തിരിക്കുക, മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം. 2025 നവംബറിൽ K ഉദയകുമാർ സ്മാരക ദേശീയ വോളിബോൾ പുരസ്കാരത്തിന് അർഹനായത് ചിരാഗ് യാദവ് ആണ്. 2025 നവംബറിൽ K ഉദയകുമാർ സ്മാരക ദേശീയ വോളിബോൾ പുരസ്കാരത്തിന് അർഹനായത് ചിരാഗ് യാദവ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ 150-ാം വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നത്. വാർഷികാചരണത്തിന് തുടക്കം കുറിച്ച് 2025 നവംബർ 7 ഉദ്ഘാടനം നരേന്ദ്രമോദി. ലോക സമാധാനത്തിന് പരിശ്രമിക്കുന്ന വ്യക്തികൾക്കായി വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫിഫയാണ്. ലോക സമാധാനത്തിന് പരിശ്രമിക്കുന്ന വ്യക്തികൾക്കായി വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫുട്ബോൾ സംഘടനയായ ഫിഫ. 2025 നവംബറിൽ 20ാമത് G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യ G20 ഉച്ചകോടിയാണ് ജോഹന്നാസ്ബർഗിൽ നടക്കുന്നത്. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ തദ്ദേശീയ നിർമ്മിത സർവേ വെസൽ INS ഇക്ഷാക്ക് ആണ്. നിർമ്മിച്ചത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ്. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ തദ്ദേശീയ നിർമ്മിത സർവേ വെസൽ, പേര് ഓർത്തിരിക്കുക, INS ഇക്ഷാക്ക്. നിർമ്മിച്ചത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്